അങ്ങ് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന്റെ അനന്തശയ്യയിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ലക്ഷ്മി ദേവിയും ഉണ്ടായിരുന്നു. മഹാവിഷ്ണു ഭഗവാൻ ലോകത്തുള്ള തന്റെ ഭക്തരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ വന്ന് അദ്ദേഹത്തിനോട് അവരുടെ സങ്കടങ്ങൾ പറയുന്നു. ചിലർ വന്ന് അദ്ദേഹത്തിനോട് അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറയുന്നു. ചിലർ വന്ന് അദ്ദേഹത്തിനോട് കൂട്ടുകൂടുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനകളുടെ എല്ലാ ഇടയിൽ ഒരു പ്രാർത്ഥന മഹാവിഷ്ണു ഭഗവാന്റെ അടഞ്ഞിരുന്ന കണ്ണുകൾ തുറപ്പിച്ചു കളഞ്ഞു. അത് 2070 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണ പെൺകുട്ടിയുടെ പ്രാർത്ഥനയായിരുന്നു. ഭഗവാനെ വരെ അത്ഭുതപ്പെടുത്തിയ ആ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്ന പോലെ കഷ്ടപ്പാടും ദുരിതങ്ങളും അല്ല ആ കുട്ടി പറഞ്ഞിരുന്നത്. ആ കുട്ടി പറഞ്ഞത്, അല്ലയോ വിഷ്ണു, നിനക്ക് വൈകുണ്ഠത്തിൽ നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ? നിനക്കവിടെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? നീ നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ